ഹലോ, ഇന്നത്തെ ഗുഡ് മോർണിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നത്തെ സംസാര വിഷയം എന്താണെന്നറിയോ? ഒരു പോസ്റ്റ് കണ്ടതിനെ കുറിച്ച് തന്നെ കേട്ടോ. ഇന്ന് വീഡിയോ ഇടാൻ സംസാര വിഷയമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്നു കേട്ടോ. അപ്പോഴാണ് ഒരു വീഡിയോ കണ്ടത്. എന്താ പാടെന്ന് വെച്ചാൽ, വേറൊരാൾ റിയാക്ഷൻ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അപ്പോൾ അതിൽ കണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് അവർ റിയാക്ട് ചെയ്യണത്. അതിലൊരു സദസ്സിൽ ഒരാൾ ചോദിക്കുന്നുണ്ട് ഒരു മുസ്ലിം പെണ്ണിനോട്, നിങ്ങളൊക്കെ കുറേ കാലമായില്ലേ ഭർത്താക്കന്മാരുടെ വീട്ടിൽ നിന്നിട്ട് ജീവിക്കുന്നു, ഇനിയൊക്കെ അതൊന്ന് ചേഞ്ച് വരുത്തിയിട്ട് ഇനി ഭർത്താക്കന്മാർ പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നിട്ട് ജീവിച്ചൂടെ, ഇനി അങ്ങനെ ഒരു മാറ്റം വരുത്തിക്കൂടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ മുസ്ലിം പെണ്ണ് എന്താ പറയുന്നത്, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല, ഞങ്ങൾ അതിന് തയ്യാറുണ്ടായിരുന്നു, പക്ഷെ എത്ര ഭർത്താക്കന്മാർ അതിന് തയ്യാറുണ്ട് എന്നാട്ടാ ചോദിക്കുന്നു. ഭാര്യമാരുടെ വീട്ടിൽ നിന്നിട്ട് ഇപ്പോൾ ഭാര്യമാർ ഭർത്താക്കന്മാരെ വീട്ടിലാണല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്, ഇത്രയും കാലം ജീവിച്ച് വന്നൊക്കെ അങ്ങനെയാണല്ലോ. അപ്പോൾ നേരെ ഒരു ചേഞ്ച് വരുത്തും. എന്തായാലും മോഡേൺ ആയില്ലേ, കാലം മാറി, ആൾക്കാരെ കോലം മാറി തുടങ്ങി. അപ്പോൾ പല കാര്യങ്ങളും ചേഞ്ച് വരുത്തി തുടങ്ങിയില്ലേ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ മാത്രം മാറ്റം വന്നിട്ടില്ല. അപ്പോൾ അത് ഒരു മാറ്റം വരുത്തിക്കൂടെ എന്നാണ് ചോദ്യം. അപ്പോൾ പെണ്ണ് പറയുന്നതിന് എത്ര ഭർത്താക്കന്മാരതിന് തയ്യാറുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ റിയാക്ട് ചെയ്യണ ആളെന്താ പറയണമെന്നറിയണം. ആ താത്ത പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, എന്നാലും അവൻ്റേതായ അഭിപ്രായം പറയണം. എന്നാലും ഞാൻ പറയാണ്, നിങ്ങൾ പുറത്തു പോയി ജോലി ചെയ്ത് കാശ് കൊണ്ടുവരിക, ഞങ്ങൾ വീട്ടിലിരിക്കാം. വീട്ടിലിരുന്നിട്ട് നിങ്ങൾ ജോലി കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഒരു ഗ്ലാസ് ചായ തരണേന് പകരം നിങ്ങൾ വാഷിംഗ് മെഷീൻ കിടന്ന് എന്താ പറയുക, നിങ്ങളുടെ ഷഡ്ഡി കോണം തിരുമ്പണമെങ്കിൽ വാഷിംഗ് മെഷീൻ റെഡിയാക്കി കൊണ്ടുവരേ, നാളെ അടവേരം വരും, തമിഴം വരും, നാളെ പൈസ കൊടുക്കണം, പിന്നെ മറ്റെന്താ ചേട്ടൻ്റെ മോളുടെ കല്യാണം ഉണ്ട്, അതിന് വന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് കാശ് കൊടുക്കണം. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് സ്വൈരക്കേടാക്കുന്നു. വീട്ടിലേക്ക് പിന്നെ സ്വൈരക്കേടാക്കിയാൽ നിങ്ങൾ സമ്മതിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പം പറയണത് എന്താ വെച്ചാൽ, പെണ്ണുങ്ങളൊക്കെ ഇപ്പം അങ്ങനെയാണെന്ന്. പെണ്ണുങ്ങൾ പണിക്കൊന്നും പോവാത്ത വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾ ആണുങ്ങൾക്ക് ഒരു സ്വൈരം കൊടുക്കൂല എന്നാണ് പറയണത്. അതായത് വാഷിംഗ് മെഷീൻ കിടന്ന്, മോട്ടർ കിടന്ന്, അതേപോലെ കുട്ടിയുടെ സ്കൂൾ ഫീസ് കൊടുക്കണം, കുട്ടിക്ക് ബിസ്ക്കറ്റ് ഇല്ല, പിന്നെ അതേപോലെ പണി മാറ്റി വരുമ്പോഴത്തേനും കുട്ടിക്ക് പനിയാണ്, ഡോക്ടർക്ക് കൊണ്ടുപോകാൻ റെഡിയായി നിൽക്കുന്നുണ്ടാവും, വന്ന് അന്ത്യോളം പണിയെടുത്ത് വശന്ന് വന്നിട്ട് ഒരു ഗ്ലാസ് ചായ എടുത്ത് കൊടുക്കാനല്ല, കുട്ടീനെ തോളിലിട്ട് നിൽക്കുന്നുണ്ടാവും, പിന്നെ ഡോക്ടർക്ക് പോകാനായിട്ട്. അപ്പോൾ അന്നൊരു 1000 റുപ്യക്ക് പണിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് ആ ഡോക്ടർക്ക് കൊടുത്ത് വന്നില്ല സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഡോക്ടറെ അടുത്തൊക്കെ പോയാലും പോരാ, വരുമ്പോൾ പിന്നെ ഏതെങ്കിലും ഒരു ജ്യൂസ് കടയിൽ കയറി നല്ലൊരു ഷെയ്ക്കും 3 ആൾക്കും കുടിക്കണം. അപ്പോൾ ഒരു ഷെയ്ക്ക് കിട്ടണമെങ്കിൽ 70 രൂപ വേണം, 80 രൂപ വേണം. അപ്പോൾ 3 ആൾ ഷെയ്ക്ക് കുടിച്ചാൽ അന്നത്തെ കൂലി റെഡിയായില്ല. അങ്ങനെ 1 രൂപ സമ്പാദിക്കാനും ഒരു സമ്മതിക്കില്ല. അതേപോലെ ഒരു സ്വൈരവും തരില്ല. എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മുന്നിലേക്ക് എത്തിച്ചുടക്കണം. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്തോളാം, ഞങ്ങൾ വീട്ടിലിരിക്കാന്ന് കേട്ടോ അവർ പറയണത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിക്കുന്നു കേട്ടോ. അപ്പം ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ലേ? നിങ്ങൾ ഇതൊക്കെ ഉണ്ടാവും, ഇതൊക്കെ ഒരു ജീവിതമാകുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. ഈ പ്രശ്നങ്ങൾ വരും, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരും, വീട്ടിലുള്ള കാര്യങ്ങൾ വരും, എല്ലാം ഇതൊക്കെ കല്യാണം കഴിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യമല്ലേ? അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞില്ല. പെണ്ണുങ്ങളെ വീട്ടിൽ നിന്നോളൂ. ഒറ്റ പെണ്ണുങ്ങളും പിന്നാലെ ഓടി വരുന്നില്ല എന്നാണ്. ഒക്കെ ഒന്ന് പ്രേമിച്ചിട്ട് ഓടിപ്പോണവരുണ്ട്. അങ്ങനെ ആയാലും ആണുങ്ങൾ കൊണ്ടുപോകാൻ തയ്യാറായിട്ടാണല്ലോ ഈ പെണ്ണുങ്ങൾ പിന്നാലെ വരുന്നത്. അതിന് കല്യാണം കഴിച്ച് കൊണ്ടുപോയാലും അത് നിങ്ങൾ ഒന്ന് പെണ്ണന്വേഷിച്ച് പറ്റി കാരണവന്മാർ തമ്മിൽ സംസാരിച്ച് എന്നിട്ടൊക്കെ അല്ലേ ഈ പെണ്ണിനെ കൊണ്ടുപോകണത്.
അപ്പം നിങ്ങളത് ആലോചിക്കണ്ടേ, ഇതൊക്കെ ജീവിതത്തിൽ വരും, മക്കളുണ്ടാവും, പ്രാരാബ്ദങ്ങൾ വരും, കടം വരും, കുട്ടികൾക്ക് അസുഖം വരും, വീട്ടിൽ സാധനങ്ങൾ വേണ്ടി വരും, പെണ്ണുങ്ങളെ അടച്ചുപൂട്ടി പിന്നെ പറഞ്ഞ ഇത്രയും കാലങ്ങൾ അടച്ചുപൂട്ടി വീട്ടിൽ ഇരിക്കല്ലായിരുന്നു, ഞങ്ങളതിനെ ഒരു ദിവസം പുറത്തേക്ക് കൊണ്ടുപോയിക്കൂടെ എന്ന് പറയുന്നു. പെണ്ണുങ്ങളങ്ങനെ പറയുന്നുണ്ടെന്ന് ഇപ്പോൾ. അപ്പം ഞാൻ പറയണ കുറേ കാലം പെണ്ണുങ്ങളതിനെ അടച്ചുപൂട്ടി ഇട്ടിട്ട് ജീവിച്ചില്ലേ നിങ്ങളൊക്കെ. ഇന്ന് പെണ്ണുങ്ങളുടെ കാലമായി. പെണ്ണുങ്ങൾക്ക് ഒരു നല്ല കാലം വരാൻ 21-ാം നൂറ്റാണ്ടിൻ്റെ കാൽഭാഗം കഴിയേണ്ടി വന്ന് അല്ലേ? പെണ്ണുങ്ങൾക്കൊരു നല്ല കാലം ഇപ്പോഴുണ്ട്, ഇപ്പോഴും ഇല്ല ഇതൊന്നുമില്ല. ചില വീടുകളിലൊക്കെ ഇപ്പോഴും അടച്ചുപൂട്ടി അകത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെ എന്തെങ്കിലും ഒരു ആഗ്രഹം, ഒരു ഐസ്ക്രീം വാങ്ങിക്കൊണ്ടായി അല്ലെങ്കിൽ ചേട്ടാന്ന് പറയുമ്പോഴത്തേനും ഇങ്ങനെ പുലിനെ പിടിച്ചിട്ട് മുഖത്തൊക്കിട്ട പോലെ ചീറ്റി വരുന്ന ആണുങ്ങൾ ഇപ്പോഴും ഉണ്ട്. എല്ലാവരും കാലം മാറിയിട്ടിട്ട് എല്ലാവരും മാറിയിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ കല്യാണം കഴിക്കണ്ടെന്ന് വെച്ചാൽ കാര്യം കഴിഞ്ഞു. അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടാവില്ലേ, നമ്മുടെ നിങ്ങളുടെ അച്ഛനോ അമ്മ അല്ലെങ്കിൽ ബാപ്പ ഉമ്മയൊക്കെ ജീവിച്ച് വരുന്ന ആ സാഹചര്യം കണ്ടിട്ടേ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ലേ. ഒരു കുടുംബം ഉണ്ടായാൽ, ഒരു പെണ്ണ് കെട്ടിയാൽ ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാവും. ഒരു പക്ഷേ ഇതിനേക്കാളും സ്ട്രോങ് ആയിരിക്കും ഞങ്ങൾ കല്യാണം കഴിച്ചാൽ എന്നുള്ളത് നിങ്ങളൊന്ന് മുൻവിധി വെച്ചിട്ട് വേണ്ട അതിന് നിൽക്കാനായിട്ട്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഉണ്ടായിട്ടില്ല എന്ന് വിചാരിച്ചാൽ നിങ്ങളെ മാതാപിതാക്കൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ഉത്തരവാദിത്തം മാതാപിതാക്കൾക്ക് അറിയില്ലേ. എന്നിട്ട് മക്കൾ പെണ്ണുങ്ങൾ വല്ല ആവശ്യങ്ങൾ പറയേ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൂടുതൽ മുറുമുറുപ്പ് മാതാപിതാക്കൾക്കാവും. ആ ചക്കനൊരു സൗകര്യം കൊടുക്കില്ല, ഒരു 10 രൂപ കിട്ടിയ 15 രൂപ അവൾ ചിലവാക്കിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുറുമുറുക്കണമെന്ന് അവർക്കും അറിയില്ലേ. ഇത് കുടുംബമായി കഴിഞ്ഞാൽ പിന്നെ പല കാര്യങ്ങളുണ്ടെന്ന്. പിന്നെ പണ്ടത്തെ പോലെ ഇന്ന് ആ പെണ്ണുങ്ങളതിനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും തയ്യാറില്ല എന്നാണ് എനിക്ക് തോന്നിട്ടാ. കാരണം എന്താ വെച്ചാൽ പണ്ടൊരു ഒരാളിനോട് പറഞ്ഞിട്ടുണ്ട്, ഒരു താത്തൻ്റെ അടുത്ത് പറഞ്ഞ്, മോളെ ഇന്നൊക്കെ എന്താ സുഖം, നമ്മുടെ മരുമക്കൾക്കൊക്കെ എൻ്റെ മരുമക്കൾക്കൊക്കെ ഇപ്പം എന്താ സുഖം, എല്ലാം അകത്തുണ്ട്, അവർ കുളിക്കണതും മാറ്റണതും അതൊന്നും ആരെങ്കിലും ഒരു വീട്ടിലറിയണ്ടെന്നാണ്. എൻ്റെ കുടുംബമായാലും ആരും അറിയില്ല. ഇപ്പം എന്താ പിന്നെ ഒരു മിറ്റടിക്കാൻ പോലും പുറത്തേക്ക് ഇറങ്ങണ്ട. പണ്ടൊക്കെ ഞാൻ എൻ്റെ മക്കളെ വളർത്തിയതൊന്ന് പുലർച്ചക്ക് കുളിക്കാൻ പാളിയും കയറിയിട്ട് പാടത്തേക്ക് ഞാനെൻ്റെ മാപ്പിളയും കൂടിയിട്ട് ഞാനെൻ്റെ ഭർത്താവും കൂടി പോയിട്ടുണ്ട്. കുളിക്കാൻ വെള്ളമില്ലാണ്ട്, പുലർച്ചക്ക് കുളിക്കാൻ വെള്ളമില്ലാണ്ട് പോയിട്ടുണ്ട്. എന്നിട്ട് കോരി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അങ്ങനത്തെ കാലമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇന്നൊക്കെ വല്ല വിഷമം എന്നാലും നമ്മൾ എന്തെങ്കിലും ഒന്ന് വൃത്തി ചെയ്താൽ അവർക്ക് അപ്പം മുഖം കനത്ത് കണ്ണീര് വന്ന് മാപ്പിളക്ക് വിളിച്ച് പറഞ്ഞ് അങ്ങനൊക്കെ അല്ലേ മോളെ. അപ്പോൾ കാലങ്ങൾ അപ്പോൾ എത്രക്ക് സുഖമായാലും അപ്പോഴും പോരായ്മകൾ തന്നെ, ഇല്ലായ്മകളെ കുറിച്ച് തന്നെ ആർക്കും ചിന്തയുള്ളൂ. അല്ലാതെ പിന്നെ ഉള്ളതിന് എന്താണ് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത് ആരെക്കൊണ്ടും പറ്റൂല. പണ്ടത്തെ അന്നൊക്കെ അങ്ങനത്തെ ജീവിച്ച ആൾക്കാരെ വെള്ളം ഇല്ലാതെ നമ്മൾ മക്കൾക്ക് മാപ്പിളാർ അരി കൊടുന്നു തന്നാൽ അരി ഭർത്താക്കന്മാർ ചിലപ്പോൾ കൊടുന്നു തരുള്ളൂ. നമ്മൾ അതിലേക്ക് വിറകും വെള്ളം ഒക്കെ നമ്മൾ പെണ്ണുങ്ങളെ അന്വേഷിക്കണം. എവിടെ ഉള്ളത് 1 കിലോമീറ്ററൊക്കെ പോയിട്ട് തലയിലേറ്റി വെള്ളം കൊടുത്തിട്ട് വേണം നമ്മളത് അരിട്ട് വെക്കണമെങ്കിൽ. വല്ല പറമ്പിൽ 2 കിലോമീറ്റർ 3 കിലോമീറ്ററൊക്കെ പോയി വല്ല പറങ്ങയും തോട്ടത്തിലൊക്കെ പോയി ചമ്മലടിച്ച് കൊടുന്ന്, ചമ്മല എന്ന് പറയുന്നത് ഇതട്ടെ കരിയില, അത് അടിച്ച് കൊടുന്ന് പിന്നെ കരിയില കത്തിക്കുമ്പോൾ ഒരാളെ എടുത്തിരുന്നിട്ട് അത് നീക്കി ഇത് കത്തിക്കണം. ഇപ്പോഴത്തെ പോലെ വിറകാണെങ്കിൽ വിറകടച്ച് അതവിടെ കത്തിക്കോളും, വേറെ എന്തെങ്കിലും പണിയൊക്കെ പോയിട്ട്. ഇതത് പറ്റൂല. ചവറിട്ടിട്ട് ഈ കരിയിലിട്ട് കത്തിച്ചിട്ടിരിക്കണമെങ്കിൽ ആ ചോറ് വേവോളം നമ്മൾ ആ അടുപ്പിൻ്റെ അടിക്ക് ഇരിക്കണം. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ മക്കളെ അങ്ങനെ വളർത്തി കൊണ്ടുവന്ന മക്കളുടെ അവരുടെ ഭാര്യമാരുടെ അവസ്ഥയാണ്. ഗ്യാസ് ഉണ്ടായാൽ ആകുമ്പോൾ ഒരു തുള്ളി വെള്ളം തിളപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അടുപ്പ് കത്തിക്കേ ഇല്ല. ചോറ് വെക്കണമെങ്കിൽ ചോറ് ഇപ്പോൾ ഉമ്മമാർക്ക് അല്ലെങ്കിൽ അമ്മമാർക്ക് ഒന്ന് അടുപ്പിൻ്റെ അടുത്തേക്ക് എന്തെങ്കിലും ഒരു കാരണവശാലും പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർ ഗ്യാസും ഇട്ട് വെക്കും ചോറ്. അപ്പോൾ മോളെ ഈ ഒരു അത്രയും വെച്ചാത്ത അരിയൊക്കെ ഗ്യാസും ഇട്ട് വെക്കുമ്പോൾ എത്രയോ ഗ്യാസ് കത്തിക്കണം. അപ്പോൾ പയ്യെങ്കിലും നമ്മൾ തന്നെ എണീറ്റ് പോയിട്ട് വിറകടുപ്പിൽ കത്തിച്ച് ചോറ് വെക്കേണ്ട അവസ്ഥയൊക്കെയാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ചൊക്കെ അന്നത്തെ കാലം ഇന്നത്തെ കാലമൊക്കെ. എന്നിട്ടും എന്തെങ്കിലും മാപ്പിളാരൊന്ന് ദേഷ്യപ്പെടുക അല്ലെങ്കിൽ ഒന്ന് ഇന്ന് പോകണ്ട നാളെ പോവാം അല്ലെങ്കിൽ ഇന്ന് കാലത്ത് പോകണ്ട ഉച്ചയിട്ട് പോകാമെന്ന് പറയുമ്പോഴത്തേനും റൂമിൽ കടന്ന് വാതിലടച്ച് അന്നത്തെ ഒരു ദിവസം എണീക്കില്ല,
അന്നം വെള്ളം കുടിക്കില്ല. പിന്നെ അപ്പം നമുക്ക് പേടിയില്ല, വെള്ളവൻ്റെ മക്കളല്ലേ, എന്തേലും ആ റൂമിൽ കിടന്ന് എന്തേലും ചെയ്തു പോയാൽ നമ്മൾ കാര്യം പറയണ്ടേ. അപ്പം അങ്ങനത്തെ ഒക്കെ ഉള്ള ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്തെ പെണ്ണുങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെന്താ പറയുക, തീരുമാനിച്ചിട്ട് വേണം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാവും തീരുമാനിച്ചിട്ട് വേണം കല്യാണം കഴിക്കാൻ. പറ്റില്ല, നിങ്ങൾ കല്യാണമേ കഴിക്കണ്ട. പെണ്ണുങ്ങളോട് വന്നോട്ടെ, നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്നോളെ. ഞാൻ അയാളോട് പറയണം കേട്ടോ. അയാൾ ഭയങ്കര ഇതായിട്ടോ, പെണ്ണുങ്ങൾ അങ്ങനെ പറയണം. പെണ്ണുങ്ങളോട് സ്വൈരം കൊടുക്കില്ല. പെണ്ണുങ്ങൾ സ്വൈരത്തിനല്ല, ജീവിതമാകുമ്പോൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി. പെണ്ണുങ്ങൾ വരുമ്പോൾ കുട്ടികളൊന്നും കൊണ്ടുവരുന്നില്ല. എന്തായാലും ഒരു പെണ്ണുങ്ങളും വരുമ്പോൾ കുട്ടികളെ കൊണ്ടില്ല. കുട്ടികളൊക്കെ നിങ്ങളോടെ വന്നിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ആ കുട്ടികളുടെ ആവശ്യങ്ങളും ഒക്കെ അത് നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അപ്പോൾ അത് വന്നുടനെ പറഞ്ഞ് കുട്ടിക്ക് വയ്യ, കുട്ടി പനിച്ച് തുള്ളിയിട്ട് ഇപ്പം ഇതാവും എന്നുള്ള തള്ളാർക്ക് എന്താ, മക്കൾക്ക് ഒരു ജലദോഷം വന്നാൽ പോലും പെറ്റ തള്ളാർക്ക് പേടിയാണ്. വേഗം കൊണ്ടുപോയിട്ട് അത് വേഗം മാറണം എന്ന് തന്നെ ഉണ്ടാവുക. ഭർത്താവ് വന്ന് പണി മാറ്റി വന്ന് അയാൾ സുഖിച്ച് അയാളൊന്ന് കിടന്നുറങ്ങി, അയാളൊന്ന് ഫോണ് കളിച്ച് തോണ്ടി വിളിക്കാളൊക്കെ വിളിച്ച് കഴിയുന്നവരെ ഈ പനിച്ച് തുള്ളിയിട്ടിരിക്കണം കുട്ടീനെ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോവാണ്ട് ഇങ്ങനെ മടി വെച്ചിരിക്കാനുള്ള അത്ര സന്മനസ്സൊന്നും അത്ര സ്നേഹമൊന്നും ഭർത്താക്കന്മാരോട് ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. ഇന്നത്തെ കാലത്ത് തീരെ ഉണ്ടാവില്ല. അപ്പം അതൊക്കെ ഉണ്ടാവും. അതൊക്കെ അനുഭവിച്ചിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങൾ കല്യാണം കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ കല്യാണമേ കഴിക്കണ്ട. പെണ്ണുങ്ങളെ വീട്ടിൽ നോട്ടെ, എന്തേ കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്ത് സ്വൈരമായിട്ട് സമാധാനമായിട്ടൊക്കെ ജീവിക്കുക. സ്വാതന്ത്ര്യമായിട്ട് ഒറ്റക്കാണെങ്കിൽ ഇപ്പം പെണ്ണുങ്ങൾ കല്യാണം കഴിക്കണില്ലേ. കാരണം എന്താ വെച്ചാൽ ഒറ്റക്കാവുമ്പോൾ സ്വാതന്ത്ര്യം, എന്തെങ്കിലും ഒരു ജോലി എടുത്ത് അവരവരുടെ ഇഷ്ടത്തിന് ഫുഡും കഴിച്ച് അവരുടെ ഇഷ്ടം നടക്കുക, സ്വസ്ഥമായിട്ട് ജീവിക്കുക. ആരുടെയും കൈയും കാലും കെട്ടാൻ വരില്ലല്ലോ. അങ്ങനെ ഞാനുങ്ങൾ അങ്ങോട്ട് തീരുമാനിച്ചോളേ, ഒറ്റക്ക് അങ്ങോട്ട് ജീവിക്കുക, കല്യാണമേ വേണ്ട എന്നിട്ട് തീരുമാനിച്ചോളേ. അതപ്പോൾ നടക്കുള്ളൂ. അപ്പോൾ ഓക്കെ എന്നാലും കേട്ടോ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്.